അതേ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാ പിടിക്കാത്തത് കേട്ടാ. അല്ലെങ്കിൽ തന്നെ പിടിക്കുമല്ലേ? അയ്യോ ഇയാൾ എന്റെ പിന്നിൽ നിന്ന് കുറെ നേരമായി. എവിടെ പിടിച്ച കുട്ടികളെ ചന്തിക്കാതെ പോണ ചേച്ചേ. ഇയാള് വണ്ടിയിൽ കയറിയപ്പോ തുടങ്ങിയുള്ള പ്രശ്ന ഇതങ്ങനെ വിടാൻ പറ്റിയ കേസല്ല. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരെ ഇടിച്ച് കൂമ്പ് കലക്കുമ്പോ സന്ധ്യം പൊട്ടു. പെനറ്റ കിളവാ. എന്താണോ പോലീസ് സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആക്കിയാ? സാറന്മാര് തന്നെ നിക്കണ കാര്യം എന്താണോ പ്രശ്നം? ഈ ബസ്സിൽ ഒരു പെനറ്റ കിളവൻ ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ശ്രമം വിജയിച്ചോ? വിജയിച്ചില്ലല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ കയറി എന്നെ പെട്ടാന്ന് ഷോപ്പിലായിരുന്നു. ഇതാ നിന്റെയൊക്കെ കുഴപ്പം. ഒരു കാര്യം മുഴുവനാക്കാൻ സമ്മതിക്കത്തില്ല. അവന് ഞാൻ ഈ ബസ്സിനകത്ത് പൂട്ടി ഭദ്രമായി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. SI പോസ്റ്റിംഗ് കിട്ടിയിട്ട് എന്റെ ആദ്യത്തെ കേസാ. ഇടിച്ചവന്റെ എല്ലിളക്കിട്ട് എന്ന കാര്യം. ഭക്തവത്സല പിടിച്ച് പുറത്താക്കാ പന്ന റാസ്കൽ. മോനെ ഏട്ടൻ അടിക്കടാ, അടിച്ചു കൊല്ലി, പകുതി ജീവനാക്കി വിടല്ലേ. അച്ഛൻ എന്തിനാ അച്ഛൻ ഈ വൃത്തി കാണിക്കാൻ പോയത്? എന്റെ മോൻ സുന്ദരനാണ്, എന്റെ മോൾ സുന്ദരിയാണ് സത്യം. അച്ഛനാരും കേറി പിടിച്ചിട്ടില്ല. മോന് സംശയം ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ വിളിച്ചു. ഏതാ സ്ത്രീ? അവരെ ഇങ്ങോട്ട് ഇറക്കി വരണം. ഇവിടെ നിങ്ങൾ ആരെങ്കിലും കയറി പിടിച്ചോ? എന്നെ ആരും പിടിച്ചില്ല. പിന്നെ കൈക്ക് സുഖമില്ലാത്തോണ്ടാ പിടിക്കാത്തതെന്ന് പറഞ്ഞു. കൈക്ക് സുഖമില്ലാത്തത് കൊണ്ടാ മോളിലെ കമ്പിയെ പിടിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാ ഈ കൊല്ലം എന്റെ പൊന്നിന്റെ അണ്ണനെ ഒരു ലക്ഷം പറ്റോ പോലീസുകാരി കുടുംബത്തോടെ എന്റെ പൊന്ന് സാറ് എനിക്കൊരു അബദ്ധം പറ്റിയ അച്ഛനാണ് ഈ സാറിന് എനിക്കറിയില്ലായിരുന്നു. തഞ്ചപ്പൻ തഞ്ചപ്പൻ സാറിന്റെ അപ്പനെ വിളിക്കണം പട്ടി. തഞ്ചപ്പൻ സാറെന്റെ പേരാ തങ്കപ്പൻ. സാറ് അവന്റെ പേര് തങ്കപ്പൻ എന്ന് പറഞ്ഞു. അതെ, ഇവന്റെ കൊരനാഴിക്കിട്ട് ഒരെണ്ണം കൊടുത്താ ഇവന്റെ കൊഞ്ഞ പമ്പ കിടക്കും. അത് മാറില്ല, ജന്മനാലിങ്ങനെ. എല്ലാരും ബസ് കയറണം. വണ്ടി പോട്ടെ. എനിക്ക് സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ട്. വായ നോക്കി കണ്ട് മോള് സാധനങ്ങളൊക്കെ താഴെ ഇറക്കുക. ആ സാധനങ്ങളൊക്കെ ഇറക്കണോ? സാധനം മോളിലാ? സാധനം പിന്നെ മോളിലല്ല.